നമസ്കാരം. ഇന്ന് നമുക്കരികിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഓരോ മലയാളികൾക്കും ഏറെ സുപരിചിതനായ ഒരു ബഹുമുഖ പ്രതിഭയാണ്. ജനപ്രതിനിധി എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും സർവോപരി മലയാള സിനിമയിലെ ഒരുപാട് അംഗീകാരങ്ങൾ നേടിയ ഒരു ചലച്ചിത്ര സംവിധായകൻ എന്ന രീതിയിലും മലയാളികൾക്ക് ഏറെ സുപരിചിതനാണ്. സ്വാഗതം ശ്രീ PT കുഞ്ഞുമുഹമ്മദ്. താങ്ക് യു. ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഞാൻ താങ്കളെ ആദ്യമായിട്ടാണ് നേരിട്ട് സംസാരിക്കുന്നത്. കണ്ടിട്ടുണ്ട്, സിനിമകൾ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. അധികം മുഖവരകളൊന്നും കൂടാതെ തന്നെ താങ്കളുടെ ഒരു ഫിലിമോഗ്രഫിയിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം എന്ന് കരുതുന്നു. 1970കളിലെ ഒടുവിൽ മലയാള സിനിമയിൽ ഒരുപാട് വലിയ സിനിമകൾ സംഭവിക്കുകയും മലയാള സിനിമയുടെ ഒരു ഭാവുകത്വ പരിസരങ്ങൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ പുതുക്കിപ്പണിയപ്പെടുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് താങ്കൾ സിനിമയോടുള്ളൊരു അഭിനിവേശം ആരംഭിക്കുന്നത്. KR മോഹനൻ എന്ന് പറഞ്ഞ ഒരു വലിയ സംവിധായകൻ, അശ്വത്ഥാത്മാവ്, അതുപോലെ സ്വരൂപം തുടങ്ങിയിട്ടുള്ള ഒരുപാട് സിനിമകൾ, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്രൊഡക്റ്റായിരുന്നു അദ്ദേഹം. ഒരുപാട് അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള സിനിമയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഒരു നിർമ്മാതാവ് എന്ന രീതിയിലായിരുന്നു മലയാള സിനിമയിലേക്കുള്ള താങ്കളുടെ ഒരു അരങ്ങേറ്റം എന്ന് പറയാം. സിനിമയെ ഇഷ്ടപ്പെടുന്ന ആ ഒരു കാലത്തെ ഒരുപാട് വർഷങ്ങൾക്കപ്പുറം, ഒരു 3 പതിറ്റാണ്ടിനിപ്പുറം നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? അത് KR മോഹനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് സെൻറ് തോമസ് കോളേജിൽ നിന്ന് തുടങ്ങുന്നത്. ഞാനവിടെ കോസ്മോപൊളിറ്റൻ ഹോസ്റ്റലിലാണ് താമസിച്ചത്. അവിടെ ചെല്ലുമ്പോൾ ഇയാൾ അവിടുത്തെ ഫൈനൽ ഇയർ ഡിഗ്രിക്ക്, ഞാൻ ഫസ്റ്റ് ഇയറിന് ചെല്ലുമ്പോൾ ഞാൻ പ്രീ ഡിഗ്രി ശ്രീകൃഷ്ണ കോളേജിലായിരുന്നു. അവിടുന്ന് തൊട്ടുള്ള ബന്ധമാണ്. അപ്പോൾ ഇദ്ദേഹം നാടകത്തിൽ അഭിനയിക്കാൻ വലിയ കമ്പുള്ള ആളായിരുന്നു. നല്ല നടനായിരുന്നു അയാൾ. അയാൾ ഒരിക്കലും സംവിധായകനാവുന്നല്ല ഞാൻ പ്രതീക്ഷിച്ചത്, നടനാവുന്നതായിരുന്നു. അപ്പോൾ എനിക്കും അഭിനയത്തിൽ ചെറിയ കമ്പുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ള എനിക്ക് മനസ്സിലായത് പിന്നീടാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്തെങ്കിലും സിനിമയിലൊക്കെ അഭിനയിച്ച് ഇതാകുക, എല്ലാ മനുഷ്യരുടെ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാവും. അങ്ങനെയാണ് ഞങ്ങളൊരു കമ്പനി ഹോസ്റ്റലിൽ വെച്ചിട്ടാണ് ഒരു ഗ്രൂപ്പാവുന്നത്. അങ്ങനെ ഞങ്ങൾ പോന്നു. KR മോഹനൻ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ കാരണം രാമു കാര്യട്ടാണ് ഞങ്ങളെ ഉപദേശിച്ചത്. രാമു കാര്യട്ടാന്ന് ഇങ്ങനെ ഈ പടം ഇറങ്ങിയിട്ട്, ചെമ്മീൻ ഇറങ്ങിയിട്ട് ഇതിൻ്റെ കത്തി നിൽക്കുന്ന കാലത്താണ്. അപ്പോൾ താരസംവിധായകനായിരുന്നു. മാത്രമല്ല നമുക്കറിയാമല്ലേ, എൻ്റെ അമ്മയുടെ വീടിൻ്റെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ അങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ കസിൻസ്, ഇപ്പോൾ ദേവൻ എൻ്റെ ജൂനിയറായിട്ട് പഠിക്കുന്നു. ദേവൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നു അവിടെ സെൻറ് തോമസിൽ. അദ്ദേഹത്തിൻ്റെ തന്നെ വേറെ ഒരു കസിൻ്റെ മകനുണ്ട്, ബാലവൈദ്യരുടെ മകൻ മനോഹർ കാര്യട്ട് ഇപ്പോഴുണ്ട്. അദ്ദേഹം അന്ന് ശ്രീകൃഷ്ണ കോളേജിൽ എൻ്റെ ഒപ്പം പഠിച്ചിരുന്നു. പിന്നെ എന്തെങ്കിലും അസുഖം വന്നാൽ, ഇപ്പോൾ വീഴുക എന്നൊക്കെ 2 പ്രാവശ്യം വീണിട്ട് കൈയൊടിഞ്ഞിട്ടൊക്കെ കൊണ്ടുപോവുക രാമു കാര്യട്ടിൻ്റെ വീട്ടിൽ. അവർ വലിയ വൈദ്യന്മാരായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ പേരിലാണ് രാമു കാര്യട്ടിനെ പോയി കാണുന്നത്. രാമു കാര്യട്ടാണ് ഞങ്ങളെ ഈ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഒരു ആശയത്തിലേക്ക് പിരിച്ചിരുന്നത്. വലിയ മനുഷ്യനായിരുന്നു അയാൾ കേട്ടോ. അയാൾക്കൊന്നും യാതൊരു പ്രജുഡീസും ഇല്ലാത്ത മനുഷ്യനായിരുന്നു. സ്വയം അങ്ങനെ പൊക്കിയതൊന്നുമില്ല. അദ്ദേഹം മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കുന്ന ആളുമായിരുന്നു. അസീസായിരുന്നു ആദ്യം പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത ആളെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഈസ് ബെറ്റർ ദാൻ മീ എന്നാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെയാണ് ഞാനും മോഹനും, ഞാൻ അങ്ങനെ ഗൾഫിലേക്ക് പോയി. എനിക്കും പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാം, പക്ഷേ അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗൾഫിലേക്ക് പോയി, മോഹനോടേക്ക് പോയി. അങ്ങനെയാണ് ഞങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒടുവിൽ അശ്വത്ഥാമാവിലെത്തുന്നത്. മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു നോവലായിരുന്നു. ഒരു നോവൽ എന്ന രീതിയിൽ അത് അനുവാചക ഹൃദയങ്ങളിൽ ഒരുപാട് പടർന്നു പിടിച്ചൊരു നോവലായിരുന്നു. അതിൻ്റെ ഒരു സിനിമാ രൂപം ഒരുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ചലച്ചിത്ര പ്രണയം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ചർച്ചകളിലൊക്കെ താങ്കൾ തീർച്ചയായിട്ടും അശ്വത്ഥാമാവ് സജസ്റ്റ് ചെയ്യുന്ന ഞാനാണ്. ഇതാ ഇവിടം വരെ എന്ന് പറഞ്ഞിട്ട് പത്മരാജൻ്റെ ഒരു പ്രശസ്തമായ നോവൽ. അതായിരുന്നു KR മോഹൻ ആദ്യം ആലോചിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അശ്വത്ഥാമാവ് എന്ന് പറഞ്ഞിട്ട് മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ മാതൃഭൂമിയിൽ വന്ന ഗണ്ടേശം വന്ന നോവലാണ്. അപ്പോൾ അതൊക്കെ നമ്മളെ വല്ലാതെ അട്രാക്ട് ചെയ്തതല്ല, ഭാഷ, അയാളെ കണ്ടൻറ്റും ഒക്കെ തന്നെ. അപ്പോൾ ആ കാലത്ത് അത്തരത്തിലുള്ള ഒരു പുല്ലാശ്ശേരി മനക്കൽ കുഞ്ഞുണ്ണി എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ തന്നെ ഒരു റെപ്രസെൻറ്റേറ്റീവാണെന്ന് തോന്നുന്ന ഒരു കാലമായിരുന്നു. അങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് മാടമ്പിനെ പോയി കാണുന്നതൊക്കെ. നിരവധി
ഇതിലൂടെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് നിരവധി ഇൻ്റർവ്യൂവിൽ അദ്ദേഹമായിട്ട് ആദ്യം കാണുന്ന സംസാരങ്ങൾ ഇതൊക്കെ നമ്മൾ എത്രയോ തവണ റിപ്പീറ്റ് ചെയ്ത് പോയുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയാണ് അശ്വത്ഥാമ എടുക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് രാമൻ നായരാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. സുകുമാരനെ ആയിരുന്നു അതിലെ മെയിൻ കാസ്റ്റായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ സുകുമാരൻ ഇങ്ങനെ പൊന്തി വരുന്ന ഒരു സൂപ്പർ സ്റ്റാർ പോലെ വരുന്ന ഒരു കാലഘട്ടം, നിർമ്മാല്യം കഴിഞ്ഞ് 80-ന് മുമ്പുള്ള ഒരു കാലം, ഒരു പൊങ്ങി വരുന്ന കാലഘട്ടം. പക്ഷെ ഈ ക്യാരക്ടർ അയാളെ സ്വാധീനിച്ചുള്ളായിരുന്നു. അപ്പോൾ കെ ആർ മോഹനൻ ചെന്നപ്പോൾ പറഞ്ഞു, പുല്ലാശ്ശേരി മനക്കൽ കുഞ്ഞുണ്ണിയുടെ കഥാപാത്രം ചെയ്യാൻ എന്ത് മോഹനം തന്നാലും ഞാൻ വാങ്ങിച്ചു പോകും എന്നായിരുന്നു കണ്ടീഷൻ. അയാൾ വന്നു. ഗുരുവായൂർ എലൈറ്റിലായിരുന്നു താമസിച്ചിരുന്നത്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ, 3-4 ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും, അദ്ദേഹത്തിന് MTയുടെ ബന്ധനം എന്ന സിനിമയിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുക ചെയ്തു. അപ്പോൾ അങ്ങനെ പോയ ആൾ പിന്നെ തിരിച്ചു വരുന്നില്ല. അപ്പോഴാണ് നിലമ്പൂർ ബാലേട്ടനും വിജയലക്ഷ്മിയും കൂടിയിട്ട് നമ്മളെ സെറ്റിലേക്ക് വരുന്നത്. അദ്ദേഹം വരില്ല, പെട്ടെന്ന് ബന്ധനത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ദരിദ്രവാസികൾ എന്ന് വെച്ചാൽ ദരിദ്രവാസികളായുള്ള ഒരു ഗ്രൂപ്പാണത്. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള, അന്ന് മരാട്ട് മനക്കിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത് നിലമ്പൂർ. രാത്രിയിൽ ഞാൻ അന്ന് കല്യാണം കഴിഞ്ഞോടെ തന്നെയായിരുന്നു താമസിക്കുന്ന സ്ഥലത്തേക്ക് കെ ആർ മോഹനും മാടമ്പ് കുഞ്ഞുകുട്ടനും മുല്ലനേഴിയും കൂടി വരിക. അഭിനയിക്കാൻ പെട്ടെന്ന് വരുമെന്ന് തോന്നുന്നില്ല, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇപ്പോൾ ഒരു വഴി? ഇതിപ്പോൾ ഇയാളെ കാത്തിട്ടിരുന്നിട്ട് ഇയാൾ വന്നില്ലെങ്കിലോ സിനിമ നിർത്താൻ പറ്റില്ലല്ലോ. പലരും മാടമ്പ് കുഞ്ഞുകുട്ടൻ ഈ റോളിലേക്ക് പറ്റിയ ആളാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെ ആലോചിച്ചാലോ? അപ്പോൾ അങ്ങനെ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് ഇത്. അപ്പോൾ ഈ ചെയ്ത ഷൂട്ടിംഗ് മുഴുവൻ പോയി. അങ്ങനെയാണ് മാടമ്പ് കുഞ്ഞുകുട്ടനെ നായകനാകുന്നത്. അതൊരു വലിയ കോളിലൊക്കെ ഉണ്ടാക്കിയൊരു വിഷയമായിരുന്നു. കേരളത്തിൽ ഒരുപാട് ആളുകൾ, ജോൺ അബ്രഹാമൊക്കെ പടക്കം പൊടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എളുപ്പമല്ല അത്. 5-10 ഇതിലുള്ള വളരെ വീക്കായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ടീം അത്തരത്തിലൊരു തീരുമാനം എടുത്തു. അത് എവിടുന്നോ നമുക്ക് കിട്ടിയുള്ള ഒരു സിദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നു. തീരുമാനങ്ങൾ എടുക്കുക, റെബൽ ചെയ്യുക, അതൊരു വലിയ സുഖമുള്ള പരിപാടിയായിട്ട് ഏത് കാലത്ത് തോന്നി. അതിൻ്റെ ജീവിതത്തിൽ ഞാൻ തുടർച്ചയായിട്ട് കൊണ്ടുനടന്നുള്ളൊരു കാര്യമാണ്. സ്ഥിരമായിട്ട് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു താരത്തെ ഒരു കാസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ നിലവിൽ ഇൻഡസ്ട്രിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ആ താരത്തെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് എത്രയും പെട്ടെന്ന് വിൽപ്പന നടക്കും എന്നുള്ള ധാരണകൾ നിൽക്കുമ്പോൾ തന്നെ ഈ പെട്ടെന്നൊരു തീരുമാനം എടുക്കുകയും അങ്ങനെ ഇതുവരെ അഭിനയിച്ച് നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ സിനിമയുടെ ഒരു സാങ്കേതിക വശം അത്ര പരിചിതമല്ലാത്ത ഒരാളെ കാസ്റ്റ് ചെയ്യുന്നു. അത് തീർച്ചയായിട്ടും വളരെ, ഇന്ന് നോക്കുമ്പോഴാണെങ്കിലും അതിന് ഇപ്പോഴും പലർക്കും ധൈര്യമില്ലാത്തൊരു കാര്യമാണ്. അന്ന് നിങ്ങൾ അത് സാധ്യമാക്കിയത്. ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ചാൽ ഈ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് നിർണയത്തിൽ ഫൈനൽ റൗണ്ടിൽ വന്നത് മാടമ്പ് കുഞ്ഞുകുട്ടനും സുകുമാരനുമാണ്. ബന്ധനം തന്നെയായിരുന്നു. ബന്ധനം തന്നെയായിരുന്നു അശ്വത്ഥാമാവും. അത് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കാം.